പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ബിഗിനറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ് കസ്റ്റം തംബ്നെയിൽ എനേബിൾ ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് എങ്ങനെയാണ് വെരിഫിക്കേഷൻ നടത്തി എനേബിൾ ചെയ്യുക എന്നുള്ള ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത തംബ്നെയിൽ എങ്ങനെയാണ് YT സ്റ്റുഡിയോൻ്റെ അകത്ത് പോയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, എൻ്റെ തംബ്നെയിൽ വെച്ചിട്ട് റെഡി ആവുന്നില്ല, എന്നെ ഹെൽപ്പ് ചെയ്യുമോ ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതിന് ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ് മച്ചന്മാരെ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് കേട്ടോ മച്ചന്മാരെ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളതിൽ കോൺടാക്റ്റ് ചെയ്യാൻ മച്ചന്മാരായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കസ്റ്റം തമ്മിൽ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു വീഡിയോ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക എന്നതിനായിട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു എൻ്റെ ഇതിന് മുമ്പുള്ള ചാനലാണ്. നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 1130 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമുക്ക്. അപ്പം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അതുമായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് കേട്ടോ. മച്ചാന്മാരെ നമ്മളിവിടെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് കസ്റ്റം തംബ്നെയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ ഒരു തംബ്നെയിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടത്, നമുക്കിവിടെ കസ്റ്റം തംബ്നെയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള തംബ്നെയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പിക്സൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ എങ്ങനെ, നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഏത് വീഡിയോസാണ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏത് വീഡിയോസാണോ നിങ്ങൾക്ക് വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഏത് വീഡിയോസാണോ കംപ്ലീറ്റ് കൊടുക്കുന്ന വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് പെൻസിൽ ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. മച്ചന്മാരത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഇടത് സൈഡിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും. വീണ്ടും അതിലോട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. മച്ചന്മാരതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും 3 ഓപ്ഷൻ. യൂട്യൂബ് ഓൾറെഡി നമ്മൾ വീഡിയോൻ്റെ അകത്തുള്ള ഏതെങ്കിലും പോർഷൻസ് നമുക്ക് തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ല നമുക്ക് കസ്റ്റം തംബ്നെയിലാണ് വേണ്ടതല്ലേ. അപ്പോൾ കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ കസ്റ്റം തംബ്നെയിൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക മച്ചന്മാരെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് വെരിഫിക്കേഷൻ നടത്തണം. അപ്പോൾ എങ്ങനെയാണ് വെരിഫിക്കേഷൻ നടത്തുക, ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഹൈ ബട്ടണിലും വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ആ വീഡിയോ പറഞ്ഞാൽ ഫോളോവേഴ്സിനെ എങ്ങനെയാണ് കൊണ്ടുവരാൻ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കസ്റ്റം തംബ്നെയിൽ. അപ്പോൾ നമ്മൾ കസ്റ്റം തംബ്നെയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തംബ്നെയിൽ ഇവിടെ ഒരു എഡിറ്റ് ചെയ്ത് തംബ്നെയിൽ ഉണ്ട് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ എന്നോട് തന്നെ തംബ്നെയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന തംബ്നെയിൽ. 3 മിനിറ്റിൽ 3000 ഫോളോവേഴ്സ് പറഞ്ഞാൽ ആ തംബ്നെയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ തംബ്നെയിൽ ഇവിടെ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് വൈറ്റ് കളറിലെ ബോക്സിൽ കാണാൻ വേണ്ടി സാധിക്കും. വൈറ്റ് കളറുള്ള ബോക്സിൽ ഡൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. മച്ചന്മാരെ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോസിന് തംബ്നെയിൽ ഇവിടെ സെറ്റായിട്ടില്ല. ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. വലത് സൈഡിൽ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ വേണ്ടി സാധിക്കും വൈറ്റ് കളറുള്ള ബോക്സ് സേവ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിലോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ ആ വീഡിയോസിന് തംബ്നെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ വീഡിയോസിന് തംബ്നെയിൽ സെറ്റ് ആയിട്ടുള്ളത് കാണാൻ വേണ്ടി സാധിക്കും, കണ്ടില്ലേ. അപ്പോൾ നമ്മളെ വീഡിയോസിന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, നമ്മളൊക്കെ ആ തംബ്നെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യൂട്യൂബിൽ എൻ്റെ ചാനൽ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ചാനലിൽ ഇവിടെ തംബ്നെയിൽ ആ വീഡിയോസിന് തംബ്നെയിൽ സെറ്റ് ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീഡിയോസിനും എല്ലാവർക്കും കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിക്കൊണ്ട് കസ്റ്റം തംബ്നെയിൽ നമ്മുടെ എഡിറ്റ് ചെയ്ത തംബ്നെയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളെ പിക്സൽ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കസ്റ്റം തംബ്നെയിൽ എഡിറ്റിംഗ് ചെയ്യാമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വീഡിയോസിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നമ്മളതിലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നുന്നു. മച്ചന്മാരെ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെൽ ലൈക്കിന് കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.